കനത്ത ചൂടിൽ മത്സ്യമേഖലയും പ്രതിസന്ധിയിലാണ്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ദുരിതത്തിലായി. കണ്ണൂർ മാപ്പിള ബേ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ വെറും കൈയോടെയാണ് മടങ്ങുന്നത്. ചുട്ടുപൊള്ളുമ്പോൾ കടലിന്റെ മക്കളുടെ ജീവിതവും ദുരിതത്തിലാണ്. ചൂട് കനത്തതോടെ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതാണ് മത്സ്യമേഖലയെ പ്രതിസന്ധിയിലാക്കിയത്. സമുദ്ര താപനില ഉയർന്നതോടെ മത്സ്യങ്ങൾ മുകൾ തട്ടിലേക്ക് വരാത്തതും ചൂട് കുറഞ്ഞ സമുദ്രമേഖലകളിലേക്ക് നീങ്ങുന്നതുമാണ് മത്സ്യലഭ്യത കുറച്ചത്. ഇന്ധന ചിലവ് പോലും കിട്ടാതായതോടെ ബോട്ടുകൾ പലതും കടലിൽ പോകാതായി. കടുത്ത ദുരിതമാണ് നേരിടുന്നതെന്ന് കണ്ണൂരിലെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. എൻ്റെ ചെറുപ്പത്തിലെല്ലാം 30 ഡിഗ്രി തന്നെയാണ്. ആ സമയത്തെല്ലാം ഈ മാസങ്ങളിൽ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടാകുന്ന മാസങ്ങൾ, അതായത് മേടമാസം. നമ്മളെ കരക്കുന്നുള്ള കോളെല്ലാം വന്നു കഴിഞ്ഞാൽ മത്സ്യം സാധാരണഗതി കിട്ടുന്നത്. എന്നാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മത്സ്യങ്ങളില്ല. ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ എൽദിന പ്രതിഭാസം നടക്കുന്ന വർഷമായതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ജൂൺ ജൂലൈയിൽ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു മാസമാണ്. കൂടുതലായി ഉപരിതല മത്സ്യം കൂടുതലായി ഉണ്ടാകുന്നൊരു മാസമാണ്. എന്നാൽ ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം അങ്ങനെ ഒരു മത്സ്യം ഉണ്ടാവില്ല എന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു കണക്കുകൂട്ടൽ. എന്തിനായാലും മത്സ്യത്തൊഴിലാളികൾ ഭയങ്കര ദുരിതത്തിൽ തന്നെയാണ്. 4 മാസമായി ഇപ്പോൾ പണിയൊന്നുമില്ല. മത്സ്യവരവ് കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല ദുരിതത്തിലായത്. ഹാർബറിലെ അനുബന്ധ തൊഴിലാളികളുടെയും മത്സ്യവില്പനക്കാരുടെയും എല്ലാം ജീവിതം പ്രതിസന്ധിയിലാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ.